പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിന് പിന്നിൽ കർണാടക ലോബിയെന്ന് വി.കെ. ശ്രീകണ്ഠൻ എം.പി. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിലൂടെ പാലക്കാടിന്റെയും കേരളത്തിന്റെയും വികസനം ഇല്ലാതാക്കുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആരോപിച്ചു. മുന്നറിയിപ്പുകളോ ചർച്ചകളോ ഇല്ലാതെ റെയിൽവേ ഡിവിഷൻ വിഭജിച്ചതിനെതിരെ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി പ്രതിഷേധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജിക്കണമെന്ന ആവശ്യം 2 വർഷം മുൻപ് ഉയർന്ന സമയത്ത് ഇതിനെ നിഷേധിച്ചയാളാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള പാലക്കാട് ഡിവിഷൻ വിഭജിച്ചത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും നേട്ടം കൊയ്യാനുള്ള ബി.ജെ.പിയുടെ തന്ത്രമാണിത്. പാലക്കാട് ഡിവിഷൻ ഉൾപ്പെട്ട മംഗലാപുരം വിഭജിച്ച് മൈസൂരിൽ ചേർത്തിയതോടെ കേരളത്തിൽ വരാനിരിക്കുന്ന വികസനത്തെ പ്രതികൂലമായി ബാധിക്കും. 83 ദീർഘദൂര ട്രെയിൻ സർവീസ് നടത്തുന്ന മംഗലാപുരം മൈസൂർ ഡിവിഷനിൽ ചേരുന്നത് ജീവനക്കാർക്കും യാത്രക്കാർക്കും ആശങ്കയുണ്ടാക്കുന്നതാണ്. കേരളം സഹകരിക്കുന്നില്ലെന്ന പതിവ് പല്ലവി പറഞ്ഞാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത്. എന്നാൽ കോച്ച് ഫാക്ടറിക്കായി 213 ഏക്കർ സ്ഥലം വർഷങ്ങൾക്ക് മുൻപേ കേരളം കൊടുത്തെങ്കിലും ഇന്നും ഭൂമി തരിശായി കിടക്കുകയാണ്. മറ്റ് എന്തെങ്കിലും വ്യവസായ സ്ഥാപനം ആരംഭിക്കണമെന്ന ആവശ്യവും കേന്ദ്രം നിരാകരിക്കുകയാണെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഇനി അതൊരു ഓപ്പൺ ചെയ്തില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളിലും റെയിൽവേയുടെ ഉത്തരവാണ്. ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ എന്ത് റെയിൽവേ വികസനം പറഞ്ഞാലും ഇവിടെ സഹകരിക്കുന്നില്ല, സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുക പതിവ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ റെയിൽവേ മന്ത്രിയെ അശ്വിനി വൈഷ്ണവിനെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. പാലക്കാട് ഏറ്റെടുത്ത് 238 ഏക്കർ 13 വർഷമായിട്ട് പാഴായി കിടക്കുന്നെന്ന്, റെയിൽവേ കോച്ച് ഫാക്ടറി ഇനി ആരംഭിക്കില്ല, സഫീഷ്യൻ്റ് ആയിട്ട് കോച്ചുകൾ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഒരു കോച്ച് ഫാക്ടറി ആവശ്യമില്ല എന്ന് പറഞ്ഞു 2 വർഷം മുമ്പേ തള്ളിക്കളഞ്ഞു. അന്ന് മുതൽ റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ തന്നെ ഒരു വ്യവസായം, കൂടുതൽ പേർക്ക് തൊഴിലുണ്ടാകും, നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാകും. കോച്ച് അല്ലെങ്കിൽ വാഗണോ അല്ലെങ്കിൽ അനുബന്ധ ഉപകരണങ്ങളോ ഇഷ്ടംപോലെ ആവശ്യമുള്ളതാണ് റെയിൽവേ. മോഡേണൈസ്ഡ് നമുക്ക് പുതിയ മെമൂര് വരെ ഇപ്പോൾ കോച്ചില്ലാത്ത ക്ഷാമമുണ്ട്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് റെയിൽവേയുടെ തന്നെ മറ്റൊരു വ്യവസായം ആരംഭിക്കണമെന്ന് ഇതേ റെയിൽവേ മന്ത്രിയോട് 2 വർഷം മുമ്പ് തുടർച്ചയായിട്ടും ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഇത്തവണയും പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ മന്ത്രി നേരിട്ട് കണ്ടു. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞ് മറ്റൊരു പദ്ധതി ആലോചിക്കാം എന്നൊക്കെ മന്ത്രിയും എനിക്ക് ഉറപ്പ് നൽകി. പക്ഷെ ഇങ്ങനൊരു നീക്കമുള്ളതോ അല്ലെങ്കിൽ ഇങ്ങനൊരു അഭിപ്രായമുള്ളതോ നിർദ്ദേശമുള്ളതോ അദ്ദേഹം ചെന്ന ഒരു എംപിമാരോടും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അതീവ രഹസ്യമാക്കി വെച്ച് പാലക്കാടിനെയും കേരളത്തിൻ്റെയും റെയിൽവേ വികസനത്തെ തകർക്കാൻ ഈ റെയിൽവേ എന്ന് പറയുന്ന ഏറ്റവും ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സങ്കുചിത താല്പര്യങ്ങൾക്കും വേണ്ടി വിഭജിക്കുന്ന നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, കർണാടക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. കർണാടകയിലെ ബി.ജെ.പി. ലോബിയെ സഹായിക്കാൻ അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും വോട്ട് ലക്ഷ്യമാക്കി റെയിൽവേയെ ദുരുപയോഗിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിനോട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഞങ്ങൾ എംപിമാരെല്ലാവരും കൂടി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിശക്തമായ പ്രക്ഷോഭം റെയിൽവേ അഭിമുഖീകരിക്കേണ്ടി വരും. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവர்களോട് രാവിലെ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം റെയിൽവേയെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റും വളരെ ഗൗരവപൂർവ്വം ഇക്കാര്യം എടുത്തിട്ടുണ്ട്. അപ്പൊ റെയിൽവേക്ക് കേരളത്തിൽ ഒരു സോണ് വേണം എന്ന ആവശ്യം നിലനിൽക്കുകയാണ്. ഉള്ള ഡിവിഷനെ വിഭജിച്ച് ദുർബലപ്പെടുത്തി നാളുകളിലെ വികസനം തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യമാണ് ബി.ജെ.പിക്ക് ഇതിന്റെ പിന്നിൽ. സ്ഥാപിത താല്പര്യമാണ് ബി.ജെ.പി ഗവൺമെന്റിന് ഇതിന്റെ പിന്നിലും. പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ജനപ്രതിനിധികളോട് ആലോചിക്കാതെ ഇങ്ങനെ ഒരു തിട്ടൂരം കൊണ്ടുവന്ന് നടപ്പിലാക്കാം എന്ന് ബി.ജെ.പി ഗവൺമെന്റും റെയിൽവേ മന്ത്രാലയവും വ്യാമോഹിക്കേണ്ട. Time Kids Preschool, Marmannur Road, Vaniyamkulam. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.